ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജിൽസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമ്മമാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. നമ്മുടെ അമ്മമാരുടെ ഒരു കൺഫ്യൂഷനാണ്, നമ്മുടെ മക്കൾക്ക് എന്തുണ്ടാക്കി കൊടുക്കും, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ ലഞ്ച് ബോക്സിൽ എന്താണെന്ന് കൊടുത്തു വിടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു അമ്മയാണ് ഞാനും. അപ്പം എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും പറ്റുന്നത് പോലെ. അപ്പോൾ നമ്മുടെ മക്കൾ ഹെൽത്തി ആയിട്ടിരിക്കണം, ഓവർ തടി വെക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, എല്ലാ അമ്മമാരുടെയും കൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് റൈസാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അടുപ്പത്തേക്ക് ഒരു കടായി വെച്ച് കൊടുക്കുകയാണ്. കടായി ചൂടായ ശേഷം ഒരു വലിയ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഓയിൽ കഴിയാം, കുഞ്ഞുങ്ങളായതുകൊണ്ട് നെയ്യാണ് കുറച്ചുകൂടി നല്ലത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സവാള ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, പയർ, ഇവയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർക്കാവുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അധികം വെന്ത് പോകേണ്ട കാര്യമില്ല. ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇവിടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി നമുക്ക് നടുവിലൊരു സ്പേസ് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഇവിടെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആ ഇളക്കി മുട്ട ഒന്ന് ഈ സ്പേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇളക്കൊന്നും വേണ്ട, അതൊരു 2-3 മിനിറ്റ് ഒന്ന് അവിടെ കിടന്ന് ഒന്ന് വെന്തോട്ടെ. അതിനുശേഷം നമുക്ക് ഈ മുട്ടയൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റ് വെജിറ്റബിൾസുമായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ബസ്മതി അരിയാണ്. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് വെള്ളത്തിൽ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചോറിന് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ച് വെച്ച ചോറാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക. താങ്ക്